അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പാവൂലേ? പറയാതിരുന്ന അതിനും കുഴപ്പാവൂലേ? എന്താ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എന്താ കാര്യം പറ ബാലകൃഷ്ണ. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. പെട്ടെന്ന് വായിക്കേ. தளபதி ஃபேன்ஸ்க்கு ஒரு ஷாக்கிங்கான நியூஸ் ஒன்று வந்திருக்கு. அதாவது முகம் தெரியாத ஒரு மயிறு நம்ம தளபதியோட ஜனநாயகன் படத்துடைய மொத்த காட்சிகளையும் லீக் பண்ணியிருக்கான். அது சொல்ல போனா ஃபர்ஸ்ட் 5 நிமிஷம் மட்டும் லீக் ஆயிருந்துச்சு. கொஞ்சம் டைம் ஆக மொத்த காட்சிகளையும் லீக் பண்ணியிருக்கான் அந்த மயிறு. இந்த கடங்கதை പറയാ അല്ല, സത്യം മക്കളാണ് സത്യം. അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല. இப்போ வரைக்கும் லீக் ஆன ஃபுல் படத்தையும் 32,000 பேர் டவுன்லோட் பண்ணியிருக்கிறதா சொல்றாங்க. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. ഇല്ല, ഇതിലെന്തോ ചതിയുണ്ട്. നിങ്ങൾ കള്ളം പറയാണ്. ഞങ്ങൾ നേരി കണ്ടടോ. ദാസപ്പനും കാട്ടുപറമ്പനും ഒക്കെ സാക്ഷികളാ. இப்போ வரைக்கும் லீக் ஆன ஃபுல் படத்தையும் 32,000 பேர் டவுன்லோட் பண்ணியிருக்கிறதா சொல்றாங்க. ஸோ கேவிஎன் ப்ரொடக்ஷன் ஹவுஸ் என்ன பண்றாங்கன்னே தெரியல இப்போ வரைக்குமே. ആരാണെന്ന് ഒരു പിടിയില്ലല്ലേ? ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും, അതുറപ്പാ. നമ്മുടെ വിജയുടെ കരിയറിലെ അവസാനത്തെ സിനിമ ഈ ഒരു ലെവലില് ഇങ്ങനത്തെ ഒരു അവസ്ഥ സംഭവിക്കുന്നുള്ളത് നമ്മൾ ഒരിക്കലും കരുതിയില്ല. എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെ ചവിട്ടാണ് തലയിൽ. എങ്ങോട്ട് താഴും? ഒരു ജനനായകന്റെ അവസ്ഥയാണിത്. അതാണ് ചിന്തിച്ചു നോക്കേണ്ടത്. അതും എന്നു മുതൽ കാത്തിരിക്കുന്നു. അപ്പോഴാറ്റം ബോംബ് പോലെ നിന്റെ വരവ് തോർത്തില്ലടാ ഒക്കെ. ഇത്ര അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ അങ്ങ് OTT-ൽ ഇറക്കി വിട്ടാ പറയാം. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു കുട്ടി? എന്തിന്റെ കുഴപ്പമായത്? നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. മിണ്ടരുതാ വാക്ക്. ശരിയാവും അത്രേ. കേട്ടു തുരുമ്പിച്ചു. ഈ സിനിമ ഒന്ന് റിലീസ് ആവാൻ വേണ്ടി ജനുവരി 9 മുതൽ നമ്മൾ കാത്തിരിക്കുന്നതാണ്. ഇപ്പൊ അതാ ഇത് ലീക്കായി പുറത്തുനിന്നു. അത് HD പ്രിന്റ്. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തു പോട്ടെ നായിന്റെ മോൻ. നശിച്ച് നാറാണക്കല്ലെടുക്കും. പക്ഷെ ഞാൻ ഈ സംഭവത്തിന്റെ മറ്റൊരു വേർഷൻ കേട്ടു. நம்ம தளபதியை தான் அரசியலுக்காக, அதாவது சிம்பத்திக்காக ரிலீஸ் பண்ணிட்டாங்க அப்படிங்கிற மாதிரி சொல்றாங்க. എങ്ങനെയുണ്ട്? വളഞ്ഞു വളഞ്ഞു പറഞ്ഞാണ്ടോ? നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചിന്തിച്ചാലും രാഷ്ട്രീയം ചിന്തിക്കാൻ പറ്റും. കാരണം ഇലക്ഷൻ നടക്കാൻ പോകുന്ന 23-ാം തീയതി. അതിനു മുന്നേ ഈ സാധനം എല്ലാവരും കാണാ എന്നുള്ള ലക്ഷ്യത്തോടെ വേണമെങ്കിൽ ഇറക്കിയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം സ്പ്രെഡ് ചെയ്യിപ്പിച്ചതുമായിരിക്കാം. ആളുകൾ പലതും പറയുന്നുണ്ട്. ആളുകൾ അങ്ങനെ പലതും പറയും. അവർക്കൊക്കെ പിന്നെ എന്താ പണി? ஸோ இதெல்லாம் என்ன சொல்றதுன்னே தெரியல. அதாவது DMK அந்த அளவுக்கு நல்ல கட்சி அப்படின்னு சொல்ல வராங்க போல. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്നും ഉറച്ചിട്ടുണ്ടെങ്കിലും ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല. அண்ட் ஒரு மனுஷன் அரசியலுக்கு வந்திருக்கான் அப்படிங்கிறத வச்சு எந்த அளவுக்கு என்னென்ன பண்ண முடியுமோ அந்த அளவுக்கு பண்றாங்க. இது ஒரு வழி பாதை. ஒரு தடவை கைக்கு கத்தி வந்துருச்சுன்னா ஒன்று காக்கும், இல்லை அழிக்கும். ஆனால் அதை விட மட்டும் முடியாது. വിജയ് അത്ര ഒരിക്കലും ഒരു മോശം, ഒരു സാധാരണ താന്നു കൊടുക്കുന്ന ഒരാളല്ല. അതാണ് ചിന്തിക്കുന്നത്. ഫൈറ്റ് ചെയ്യും ആള്. அதை நாம கண்கூடாவே பார்க்க முடியுது. ശബരിമല ശാസ്താവാണ്, ഹരിഹര സുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. அண்ட் இனிமேலாவது சென்சார் போர்ட் படத்தை ரிலீஸ் பண்றதுக்கான வழிகளை பார்க்கணும். എന്തായാലും ഉടൻ തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വരാൻ സാധ്യത ചാൻസ് വളരെ കൂടുതലാണ്. ആയതിനാൽ അളിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? കേറി കാണുന്ന ആൾക്കാരോട് നമുക്ക് ഇത്ര പറയാനുള്ളൂ. മാക്സിമം ഇത് ഷെയർ ആക്കാതിരിക്കാൻ ശ്രമിക്കുക. ഉറപ്പില്ലടാ, എന്നാലും ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. നീ ധൈര്യമായിട്ട് പോയിട്ട് വേടാ. Meanwhile, ബാണുമാൻ ഉൾപ്പം വേണം. ഉണ്ണീനെ കിട്ടൂല. ചെയ്യുന്നത് കള്ളപ്പണിയാണെങ്കിലും അതൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ജീവിക്കുകയാണ്, ആളായിട്ട് ജീവിക്കാം. മഹേഷ്, ഗിരീഷ, സുരേഷേ വേണ്ട. കള്ളൻ അത് മതി. എത്തിക്സ് ഉള്ള കള്ളൻ അതിവിടെ വേണ്ട. എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ജനനായകൻ ടീം കടന്നു പോകുന്നതെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. ഒന്ന് ഉള്ളിൽ നിന്ന്, ഒന്ന് പുറത്തു നിന്ന്. പുറത്തു നിന്നുണ്ടെങ്കിൽ എങ്ങനെ, ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ അത് ആര്? നിർണായകമായ ഈ ചോദ്യത്തിന് മറുപടി കിട്ടിയാൽ മതിയാവും.
ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വരാ.